ഹലോ മക്കളെ, ആകാശ് മാഷാണ്. പരീക്ഷയ്ക്ക് വരുന്നൊരു ചോദ്യം നമുക്കൊന്ന് സെറ്റ് ചെയ്താലോ? ചോദ്യം ഇതാണ്: കേരളത്തിലെ ഭൂപ്രകൃതി വിഭാഗങ്ങളെ മൂന്നാക്കി തരംതിരിക്കുന്നു. അവ ഏതൊക്കെ? കേരളത്തിലെ ഭൂപ്രകൃതി വിഭാഗങ്ങളെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. ഇതാണ് ചോദ്യം മക്കളെ. കേരളത്തിലെ ഭൂപ്രകൃതിയെ നമ്മൾ മൂന്നാക്കി തരംതിരിച്ചിരുന്നു. ഏതൊക്കെയായിരുന്നു? ഒന്ന് ഹൈലാൻഡ്, ഒന്ന് മിഡ്ലാൻഡ്, ഒന്ന് കോസ്റ്റൽ ഏരിയ. അപ്പൊ ഹൈലാൻഡ്, മിഡ്ലാൻഡ്, കോസ്റ്റൽ ഏരിയ, മലനാട്, ഇടനാട്, തീരപ്രദേശം. അങ്ങനെയാണ് നമ്മൾ കേരളത്തിൽ എന്ത് ചെയ്തത്? മൂന്നാക്കി തരംതിരിച്ചത്. എന്തായിരുന്നു ഹൈലാൻഡ്, മലനാട് എന്ന് പറഞ്ഞാൽ? Located at about 75 meters above sea level and includes hills, mountains and peaks. സമുദ്രനിരക്കിൽ നിന്ന് ഏകദേശം 75 മീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നു. കുന്നുകളും മലകളും പർവ്വതങ്ങളും ഉൾപ്പെടെയുള്ള ഭൂപ്രകൃതി വിഭാഗം. ഇനി അടുത്തത് എന്തായിരുന്നു? അടുത്തത് മിഡ്ലാൻഡ് ആണ്. ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ഏരിയ റേഞ്ച് ഫ്രം 7.5 meters to 75 meters above sea level. സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയാണ് ഈ പ്രദേശത്തിന്റെ ഉയരം. അടുത്തത് കോസ്റ്റൽ ഏരിയ ആണ്. This is a landscape that adjacent to the ലക്ഷദ്വീപ് സീ. ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കാണുന്ന ഭൂപ്രകൃതി വിഭാഗം. കടൽ തീരത്തോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ വരെയാണ് ഉയരം. അപ്പോൾ ഓരോ ഭൂപ്രകൃതി വിഭാഗത്തിനും അനുയോജ്യമായ മണ്ണിനകളുണ്ട്, ഓരോ ഭൂപ്രകൃതി വിഭാഗത്തിന് അനുയോജ്യമായ കൃഷിയുണ്ട്, ഓരോ ഭൂപ്രകൃതി ആവശ്യമായിട്ടുള്ള തൊഴിൽ സാധ്യതകളുണ്ട്. ഇതൊക്കെ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക, വിട്ടുകളയരുത്. ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ള മേഖലയാണ്. ഓൾ ദ ബെസ്റ്റ്.